ഹലോ, മൈസെൽഫ് അസഫ് നൗഷൽ. ഞാൻ ട്രിപ്പിൾ ടാക്സേഷൻ ഫാക്കൽറ്റിയാണ്. അപ്പോൾ നമ്മുടെ ഡിസംബർ സെഷനിൽ എക്സാം എഴുതിയ നല്ല മാർക്കൊക്കെ വാങ്ങിച്ചിട്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. ഷാനിജ്, ഹൈഫ, ഹിബ. അപ്പോൾ നമുക്ക് ഇവരുടെ അടുത്ത് തന്നെ ചോദിച്ചു നോക്കാം, ടാക്സേഷനിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഇവരുടെ അടുത്ത് തന്നെ ചോദിച്ചു നോക്കാം. അപ്പോൾ ഷാനിജ്, എങ്ങനെ ഉണ്ടായിരുന്നു ടാക്സേഷൻ എക്സാം? ഇതുവരെ എഴുതിയ പേപ്പർ വെച്ച് നോക്കുമ്പോൾ വേറെ രീതിയാണ്. അധികം തിയറി കുറവാണ്, കൂടുതലും പ്രോബ്ലം ആയിട്ടുള്ള ഒരു പേപ്പറാണ്. പിന്നെ സെക്ഷൻ സി ഒന്നും നമ്മള് ചെയ്ത പോലെയല്ല, നല്ലൊരു വെറൈറ്റി ചോദ്യമാണ്. ഒരു കോൺസെപ്റ്റ് ക്ലിയർ ഉള്ള ഒരു വ്യക്തിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയ ചോദ്യമാണ്. സെക്ഷൻ എയും ബിയും എൻ്റെ അഭിപ്രായത്തില് അധികം ടൈം എടുക്കില്ല, നമുക്ക് ടൈം സേവ് ചെയ്യാം സെക്ഷൻ സിയിലേക്ക്. അതിന് പറ്റിയ ഇതാണ് ടാക്സ് പേപ്പർ. ഹൈഫയ്ക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം എഴുതിയപ്പോൾ കോൺഫിഡന്റ് ആയിരുന്നു, പാസ് ആവും എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നോ? എക്സാം എഴുതിയപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല, പാസ് ആവുന്നുണ്ടായിരുന്നു. എനിക്ക് 74 മാർക്സ് ഉണ്ട്, അത്ര കിട്ടും, നല്ല മാർക്കാണ്. പിന്നെ കുഴപ്പമൊന്നുണ്ടായില്ല. എക്സാം സെക്ഷൻ എയും ബി കുറച്ച് ഇതായി തോന്നി, കുഴപ്പമില്ല. സിയും നല്ല പ്രശ്നമില്ലാതെ അറ്റൻഡ് ചെയ്യാൻ പറ്റി. പ്രിപ്പറേഷന്റെ സമയത്തൊക്കെ ഹൈഫയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? സ്റ്റഡിന്റെ ടൈമിലാണ് നല്ല എഫേർട്ട് ഇട്ട് പഠിച്ചത്. ക്ലാസ് ടൈമിൽ പഠിക്കുമെങ്കിലും കൂടുതൽ സീരിയസ്നെസ് വന്നത് ക്ലാസ് കഴിഞ്ഞിട്ട് വരുന്ന ഗ്യാപ്പിൽ. പിന്നെ പ്രശ്നമില്ല. സെക്ഷൻ സി അത്യാവശ്യമൊക്കെ പ്രാക്ടീസ് ചെയ്തു. ടൈം മാനേജ്മെന്റ് എത്രത്തോളം ഇമ്പോർട്ടന്റ് തോന്നിയിട്ടുണ്ട് എക്സാമിന്? നമുക്ക് എങ്ങനെ, ഇപ്പോൾ എക്സാമിന് പൊതുവേ നമുക്ക് ടൈം മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ നമുക്ക് എങ്ങനെയാണ് അങ്ങനെ കറക്റ്റ് ആയിട്ട് ടൈമൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുക? എന്താ തോന്നുന്നത്? പഠിക്കുന്ന ടൈമിൽ തന്നെ കുറച്ച് നമ്മൾ കൂടുതലായിട്ട് ടൈമൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിരുന്നത്. ഇല്ല, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയിരുന്നു. എക്സാമിൽ അതെ, നമ്മൾ ഒരു ക്വസ്റ്റ്യനിലും നമ്മൾ അധികം ടൈം സ്പെൻഡ് ചെയ്യൂല. ഹിബക്ക് എക്സാം എന്താ തോന്നിയത്? ഷാനിജ് പറഞ്ഞ പോലെ തന്നെ സെക്ഷൻ സി കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. സെക്ഷൻ സിയിലെ ബുദ്ധിമുട്ടായിരുന്നു. മാർക്സ് നോക്കുമ്പോഴും എന്താണ് റിവ്യൂസ് നോക്കുമ്പോഴൊക്കെ സെക്ഷൻ സിയിൽ മാർക്ക് കുറച്ച് കുറവായിരുന്നു. എയിലും ബിയിലും വലിയ പ്രശ്നം വന്നിട്ടില്ല. പിന്നെ അതിലും എയിലും ബിയിലും അത്ര ടൈം നമ്മൾ എടുക്കേണ്ടി വന്നിട്ടില്ല. സെക്ഷൻ സിക്കാണ് കൂടുതൽ ഞാൻ ടൈം നല്ല സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സെക്ഷൻ സി അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്ത രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്? കൺസെപ്റ്റ്സ് ഒക്കെ ആ ഒരു സെയിം ആണ്. പക്ഷേ നമുക്ക് ചോദിച്ച പോലെ അല്ല, നമുക്ക് പ്രാക്ടീസ് ചെയ്ത പോലെ അല്ല നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഡിഫറെന്റ് ആയിട്ടായിരിക്കും സ്വാഭാവികമായിട്ട്. നമുക്ക് ആ ഒരു എക്സ്പെക്ട് ചെയ്തിട്ടില്ല, പക്ഷെ എന്നാലും നമ്മള് ആ ഒരു നമ്മൾ അറിയുന്ന ആ കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇപ്പോ പഠിക്കുന്ന സമയത്തായാലും നമ്മൾ സെക്ഷൻ സി നല്ല ഫോക്കസ് ചെയ്തിട്ടുണ്ട് ഞാൻ. കാരണം എനിക്ക് സെക്ഷൻ സി നല്ല കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണ് ചെയ്യാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ പിന്നെ എന്താണ് അതിൽ നല്ല ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ വലിയ പ്രശ്നം എന്നാലും കുഴപ്പമില്ല, എഴുതാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സെക്ഷൻ ബിയിലും സെക്ഷൻ സിയിലും ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി അറിയാം. ടാക്സേഷനിൽ ഇപ്പോൾ സെക്ഷൻ ബിയിലാണെങ്കിൽ CGT, VAT, IST. സെക്ഷൻ സിയിലാണെങ്കിൽ ഇൻകം ടാക്സ് ലയബിലിറ്റി, കോർപ്പറേഷൻ ടാക്സ്, പിന്നെ ടാക്സ് പ്ലാനിങ്. അപ്പോൾ ഇത് നമുക്ക് മുൻകൂട്ടി അറിയുന്നത് കാരണം അത് നിങ്ങൾക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഹെൽപ്ഫുൾ ആയിരുന്നു. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഒക്കെ ചെയ്യുമ്പോൾ അത് മാത്രം. അതെ, അത് ഒരു ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ആ ഒരു സ്ട്രക്ചറിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ അതേ പോർഷൻസിന്റെ മറ്റു സെക്ഷൻസ് ചെയ്യും അല്ലേ? പിന്നെ സെക്ഷൻ സിയിൽ വന്ന പ്രശ്നം വെച്ചാൽ പുതിയ ഒരു വേർഡ് വരും, ടേംസ്. വേറെ വലിയ ഇതില്ല. സെക്ഷൻ ബിയിൽ പിന്നെ ചെയ്ത യോഗം തന്നെ ഏകദേശം IHT ആണ് അധികം വന്നത്. IHT 2 ഇപ്പോൾ ക്ലാസ്സിൽ നമ്മൾ വർക്ക് കുറേ തരുന്നുണ്ടായിരുന്നു. ആ സമയത്ത് നിങ്ങൾക്കത് നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വർക്ക് കുറയ്ക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വർക്ക് ചെയ്തത് നന്നായി എന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ അത് നമ്മൾ അത്രയും ഓവർലോഡ് ആക്കിയിട്ട് തന്നെയാണ് ചില സമയത്തൊക്കെ വർക്ക് തന്നിരുന്നത്? നമുക്കറിയാം അത് നിങ്ങൾക്ക് ഓവർലോഡ് ആവും, ചെയ്ത് കംപ്ലീറ്റ് ആവൂല എന്ന് നമുക്കറിയാം. പക്ഷെ എന്നാലും നിങ്ങൾ അതിനു വേണ്ടി കുറച്ച് സമയം അതിനു വേണ്ടി ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞാനും ഷാമിൽ സാറും കൂടെ പ്ലാൻ ചെയ്തിട്ട് തന്നിരുന്നത്. ഷാമിൽ സാർ എന്നോട് പറഞ്ഞിരുന്നത്, അതായത് സ്റ്റുഡൻസ് പറയുന്നുണ്ട് വർക്ക് കൂടുതലാണ്, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കും, കുഴപ്പമില്ല ഇരുന്നോട്ടെ എന്ന് പറയും. അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് തന്നിരുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന്?
ക്ലാസ് വർക്ക് തന്നത് ഹെൽപ്ഫുൾ ആയി നല്ല തോന്നലുണ്ട്. കാരണം നമ്മൾ അന്ന് പഠിച്ച കൺസെപ്റ്റ്സിന് ക്വസ്റ്റ്യൻസ് തന്നെ റിലേറ്റഡ് ആയിട്ട് അന്ന് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒന്ന് സ്ട്രോങ് ആവും നമുക്ക് കൺസെപ്റ്റ്സ്. നല്ല യൂസ്ഫുൾ ആയി കൺസെപ്റ്റ് പഠിക്കാം. സാർ അത് പറയുമ്പോൾ നമ്മളന്ന് അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. പിന്നെ എക്സാമിന്റെ ടൈമിലേക്ക് പഠിക്കാതിരുന്നപ്പോൾ അത് നല്ല യൂസ്ഫുൾ ആയിട്ട് മുന്നേ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും പിന്നെ നിങ്ങൾ കാണുന്നത് അല്ലേ? ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും അത് മുന്നേ ചെയ്തിട്ടുണ്ടാവും. 2 പ്രാവശ്യമെങ്കിലും റിവിഷൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതെ. പിന്നെ നമ്മൾ ചെയ്ത ഒരു എക്സ്പീരിയൻസും കൂടെ വരുമ്പോൾ നല്ലതായിരിക്കും അല്ലേ? ഓക്കെ. പിന്നെ ഷാമിൽ സാറിനെ പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? മെന്റർ സപ്പോർട്ട് നല്ല ഉണ്ടായി. ഞങ്ങൾക്ക് മെന്ററിംഗ് ക്ലാസ് ഒക്കെ കണ്ടക്ട് ചെയ്തപ്പോൾ പിന്നെ ഡൗട്ടൊക്കെ ചോദിച്ചാൽ ഷാമിൽ സാറിന് ഒരു പേടി ഉണ്ടായിരുന്നത് എന്താ വെച്ചാൽ ഷാമിൽ സാറാണല്ലോ നിങ്ങൾക്ക് വർക്കൊക്കെ തരുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇനി ഷാമിൽ സാറിന്റെ അടുത്ത് എങ്ങനെയാണ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുക എന്നുള്ളൊരു ഇതുണ്ട്. അതെ, നല്ല ഫ്രണ്ട്ലി സപ്പോർട്ട് ആയിട്ട് തന്നെ ഷാമിൽ സാർ അവൈലബിൾ ആയിരിക്കും. എപ്പോഴും നിങ്ങളുടെ ട്രാക്ക് ഉണ്ടാവും. പഠിക്കുന്ന ട്രാക്കിൽ തന്നെയാണോ വേറെ എന്തെങ്കിലും പോയിട്ടില്ല ഡൗട്ടൊക്കെ ചോദിച്ചാൽ അത് ക്ലിയർ ആയില്ലേ നല്ല കൺഫേം എൻഷുർ ചെയ്യാറുണ്ട്. അടിപൊളി. നിങ്ങൾക്കിപ്പോ നിങ്ങളുടെ സക്സസിൽ ട്രിപ്പിളൈക്ക് എത്രത്തോളം പങ്കുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? നിങ്ങളെ സക്സസിൽ ട്രിപ്പിളൈ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? എന്താ തോന്നുന്നത് നിങ്ങൾക്ക്? നമുക്ക് സ്റ്റഡി റൂം പിന്നെ അതേപോലെ മെന്റർ സപ്പോർട്ട് അങ്ങനെ കുറെ ചേർന്നിട്ടുണ്ട്. പിന്നെ ആ സ്റ്റഡി റൂമിൽ എൻ്റെ പേര് ഇരുന്നത് ദീപ, ഐഫ, ഇവരവരായിട്ട് സ്റ്റഡി റൂമിൽ ഞാൻ സ്റ്റഡി റൂമിൽ നിന്ന് ഫുള്ള് പഠിച്ചിരുന്നേ. ഇപ്പൊ രാവിലെ 8 മണിക്ക് വന്നിട്ട് രാത്രി 8 മണിക്ക് വരാറുണ്ട്. രാവിലെ 8 മണിക്ക് വരും. എന്നിട്ട് രാത്രി പൊതുവെ 9 o'clock വരെയൊക്കെ ഉണ്ടായിരുന്നു എന്താണ് സ്റ്റഡി റൂം. പിന്നെ അത് 6 o'clock ആക്കി ഓരോ ടൈമിനനുസരിച്ച് ഓരോ ഡേയ്സിനനുസരിച്ച് ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഫുള്ള് നമ്മൾ ഇവിടെ ഫുൾ അവൈലബിൾ ആയിരിക്കും. അപ്പം നമുക്ക് മെന്ററും ഇവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പം പിന്നെ നമുക്ക് പ്രശ്നമില്ലായിരുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ ഒപ്പം ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് ഒരു മീൻസ് കംപ്ലീറ്റ് സ്റ്റഡി എന്നുള്ള രീതിയായി നമുക്ക് ഒറ്റയ്ക്ക് പഠിക്കാനുള്ള സ്പോട്ടിൽ തന്നെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ മെന്റർ അടുത്ത് വരലുണ്ട് സ്റ്റഡി റൂമിൽ. ഷാമിൽ സാർ വരലുണ്ട്. നമ്മള് എന്തെങ്കിലും ഹെൽപ്പ് വേണോ ഹോസ്റ്റലിൽ പഠിക്കാൻ ഏറ്റവും നല്ല വീട് പഠിക്കുന്നത് വെച്ചാല് നമുക്ക് ഹോസ്റ്റലിൽ നിന്ന് ഇപ്പോൾ ചിലപ്പോൾ ഒന്ന് കടന്നാലോ അതെ, കാരണം ഇവിടെ പിന്നെ ഫുഡ് കഴിക്കാനും കിടക്കാനും പറ്റുള്ളൂ. അതെ അതെ, മറ്റുള്ളവർ ഇരുന്ന് പഠിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു പേടി വരുമല്ലോ അല്ലേ? ക്ലാസ് ഒക്കെ തരും. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ പോർഷൻ അറിയില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ റെക്കോർഡിങ്സ് നോക്കിയാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം എന്താണ് ഇപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഫാക്കൽറ്റി നമുക്ക് അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റെക്കോർഡിങ്സ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കൺസെപ്റ്റ് ഇതാണ് എന്നുള്ള ആ ഒരു ഇതുണ്ടാവും. ഹെൽപ്ഫുൾ ആയിരുന്നു. അതെ അതെ അതെ. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് പിന്നീട് അതേ ടൈമിന്റെ നോക്കിയിട്ടല്ലേ? ഓക്കെ. പിന്നെ കോർഡിനേറ്ററും നല്ല ഹെൽപ്പ് ചെയ്തിരുന്നു. മാമിനെ കൊണ്ട് പറ്റുന്ന പോലെ നമുക്ക് എക്സാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുമ്പോഴൊക്കെ എല്ലാവരും കോപ്പി അടിക്കാൻ സമ്മതിച്ചിരുന്നു. പിന്നെ അങ്ങനെ ഇതാക്കിയിരുന്നു മാം. പിന്നെ മാമിന്റെ സൈഡിൽ നിന്ന് എന്ത് ഹെൽപ്പ് ആണെങ്കിലും മാം ലാക്ക് ആക്കാതെ തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്തു. ഇനിയിപ്പോ നിങ്ങൾക്ക് ഏതൊക്കെയാണ് സ്കിൽ ലെവലിൽ ബാക്കിയുള്ള പേപ്പേഴ്സ്? ഓഡിറ്റ് ഉണ്ട്. 3 പേരും PM ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഓഡിറ്റും കൂടെയാണ് ബാക്കിയുള്ളത് 3 പേർക്കും. ഓക്കെ. BT ബാക്കിയുണ്ട്. ഫസ്റ്റ് പേപ്പർ പെൻഡിങ് ഉണ്ട്. ഓക്കെ. ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആണെങ്കിലും റിസൾട്ട് ഒക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ലാത്ത റിസൾട്ട് ഉണ്ടല്ലേ? അതെ അതെ, കുഴപ്പമില്ല, മാർക്കുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഹയസ്റ്റ് മാർക്ക് ഉള്ളത് ഫാദിലിനാണ്. 84 മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിന്റെ ഇടയിൽ നമ്മൾ ഷെഡ്യൂൾ ഗ്യാപ്സ് വരാറുണ്ട്. കുറച്ച് ദിവസങ്ങളൊക്കെ എനിക്ക് തോന്നുന്നൊരു 1 or maximum 2 weeks ഒക്കെ ഷെഡ്യൂൾ ഗ്യാപ്പ് വരാറുണ്ട്. പക്ഷേ ഈ ഗ്യാപ്പിന്റെ ഇടയിൽ നിങ്ങൾക്ക് എക്സാംസും നടത്താറുണ്ട് ഷാമിൽ സാർ. അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരുന്നോ? ഇല്ലെങ്കിൽ ഈ ഗ്യാപ്പ് വരുന്നതിനനുസരിച്ച് നിങ്ങൾ താഴേക്കാണോ പോയിരുന്നത്, അതോ നിങ്ങൾക്ക് അതിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ? ഗ്യാപ്പ് വന്നത് ഞങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നു. കാരണം നമുക്ക് പഠിക്കാൻ ഒരു പാർട്ട് കഴിയുമ്പോഴാണ് സാർ കൂടുതലും ഗ്യാപ്പ് തന്നിരുന്നത്. അപ്പൊ നമുക്ക് ആ പാർട്ട് അപ്പൊ തന്നെ കവർ ചെയ്യാൻ ഫുള്ള് കവർ ചെയ്തിട്ട് പിന്നെ സാർ എക്സാം വെക്കുമ്പോൾ നമ്മൾ എന്തായാലും അതിന് വേണ്ടിട്ട് ഒന്നും കൂടി പ്രിപ്പയർ ചെയ്യാറുണ്ട്. ആ ഒരു പാർട്ട് കൺസെപ്റ്റ് സെറ്റ് ആവും. അങ്ങനെ എല്ലാ പാർട്ടും ആയപ്പോൾ തന്നെ യൂസ്ഫുൾ ആയിരുന്നു.
പക്ഷെ ഗ്യാപ്പ് വരുമ്പോൾ എല്ലാവർക്കും അത് ഒരേപോലെ യൂസ്ഫുൾ ആവണം എന്നില്ല. നമ്മളത് കറക്റ്റ് യൂട്ടിലൈസ് ചെയ്തിട്ട് പ്ലാൻ ചെയ്തിരുന്ന് സമയം അലോക്കേറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്താവുള്ളൂ, യൂസ്ഫുൾ ആവുള്ളൂ. അല്ലെങ്കിൽ അതെന്താണ്, ഒരു വേസ്റ്റ് ഓഫ് ടൈം മാത്രമാണ്. കാരണം ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സിലേക്ക് വരുന്നു. പക്ഷേ അതെ, നാളെ പഠിക്കാന്ന് വെച്ചിട്ട് ലാസ്റ്റിലേക്ക് വെക്കുന്ന പിള്ളേർ പോലും ഉണ്ടാവും. അങ്ങനത്തെ ACC തന്നെ ബുദ്ധിമുട്ടാന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, അല്ലേ? എന്തായാലും പറ്റൂല. അതെ, നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും. അതായത് നിങ്ങൾ പറയുന്നത് ക്ലാസ് കഴിയുന്നതിന്റെ മുന്നേ ആ ഫുൾ ടോപ്പിക്സ് ഒരു പ്രാവശ്യമെങ്കിലും പഠിച്ചിരിക്കണം. പിന്നെ അതാവുമ്പോൾ നമുക്ക് സ്റ്റഡി ലീവ് കിട്ടുന്ന സമയത്ത് നമുക്ക് ഒന്നുകൂടെ ഈസി ആയിരിക്കും, എഫക്റ്റീവ് ആയിരിക്കും, അല്ലേ? കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റും. ആ സമയത്ത് പിന്നെ പോർഷൻസ് നമ്മൾ റെഫർ ചെയ്തിരിക്കേണ്ടി വരുന്നില്ല, അല്ലേ? ആ പോർഷൻസ് വീണ്ടും റിവൈസ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് ടാക്സേഷനിൽ നമുക്ക് എല്ലാ പോർഷൻസും പഠിച്ചു കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളത് പ്രാക്ടിക്കൽ ആണോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഓക്കെ, അതെ അതെ. അതായത് ഇപ്പോൾ നമ്മൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഏകദേശം ഒരു 1 month ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്തത്? ആദ്യം എടുത്ത പോർഷൻസ് ഒക്കെ ഫുള്ള് റിവൈസ് ചെയ്യാണോ ചെയ്തത്, അതോ ഡയറക്ട്ലി ക്വസ്റ്റ്യൻ പ്രാക്ടീസിലേക്ക് കടന്നിട്ട് ആ ക്വസ്റ്റ്യൻസിലൂടെ ആ പോർഷൻസ് റിവൈസ് ചെയ്യാണോ ചെയ്തത്? രണ്ടും ബാലൻസ് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. അതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത് ഓക്കെ, അങ്ങനെയാണ് പോയിട്ടുള്ളത്. ആണല്ലേ? അതെ, റിവിഷൻ ക്ലാസ്സിലാണ് നമ്മൾ സെക്ഷൻ സി ചെയ്യുന്നത് കൂടുതലും. ക്ലിയർ ആക്കാൻ പറ്റിയിട്ടുണ്ട്. അതെ, നമ്മൾ അതുകൊണ്ടാണ് സെക്ഷൻ സി നമ്മൾ ലാസ്റ്റിലേക്ക് റിവിഷനിലേക്ക് വെച്ചതും. കാരണം അതുവരെ നിങ്ങൾ സെക്ഷൻ എ ചെയ്തിട്ടുണ്ടാവും, സെക്ഷൻ ബി ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് അതെ ഹോംവർക്സും തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്താ പറയാ, നമ്മൾ ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് വരെ നിങ്ങൾക്ക് ഹോംവർക്ക് തരുന്നത് നിങ്ങൾക്ക് അതിലൂടെ ഡൗട്ട്സ് വരാനും, എന്നിട്ട് ആ ഡൗട്ട്സ് പിന്നെ നമ്മൾ ആ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും, അല്ലേ? അപ്പൊ ഒന്നുകൂടെ എഫക്റ്റീവ് ആവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. അതായിട്ടുണ്ടെന്നും വിശ്വസിക്കുന്നു. ആണല്ലേ? ഓക്കെ. പിന്നെ ഇനിയിപ്പോ P ലെവൽ എത്തുമ്പോൾ ഓപ്ഷണൽ പേപ്പർ ആയിട്ട് നിങ്ങൾ ATX ചൂസ് ചെയ്യൂ? നല്ല പേപ്പറായി തോന്നിയാൽ ATX ചൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടായിനി P ലെവൽ എത്തുമ്പോൾ? ഇപ്പം വിചാരിക്കുന്നത് നിങ്ങളോ? ATX എടുക്കാൻ. അതെ അതെ അതെ. ഓക്കെ, എന്തായാലും സ്കിൽ ലെവലിലെ പേപ്പേഴ്സ് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് P ലെവലും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ. നന്നായിട്ട് പഠിക്കുക, ഇതുവരെ പഠിച്ചതുപോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുക. ഒട്ടും സമയമൊന്നും വേസ്റ്റ് ആവാതെ, വേറെ ഒന്നിലേക്കും ചിന്തിക്കാതെ നിങ്ങളുടെ പഠിപ്പിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് അത് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക. ഓൾ ദ ബെസ്റ്റ്.